ഈശ്വരനിലേക്കുള്ള വഴി കാരുണ്യമാണെന്ന മഹത് സന്ദേശം പ്രാവർത്തികമാക്കുകയാണ് എറണാകുളം കുമ്പളം സഞ്ജീവനി പൂജാമഠം. യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും നടത്തി ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക നിർധന രോഗികളുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കുമാണ് നൽകി വരുന്നത്. മാനവസ്നേഹത്തിൻ്റെ കൈത്തിരി നാളങ്ങളാകാൻ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. മാനേജിംഗ് ട്രസ്റ്റി ബാലകൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് യജ്ഞത്തിലൂടെ ജീവകാരുണ്യം പകരുന്നത്. കുമ്പളം എന്ന കൊച്ചു ഗ്രാമത്തെ ഈശ്വരാനുഗ്രഹത്തിന്റെ പരകോടിയിലെത്തിച്ചിരിക്കുന്ന സഞ്ജീവനി പൂജാമഠത്തിലെ ഓരോ പൂജയും ഭക്തനെ കാരുണ്യത്തിന്റെ പുണ്യവഴികളാണ്. മാനവസേവ മാധവസേവ എന്ന ചിന്ത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ബാലകൃഷ്ണൻ എമ്പ്രാന്തിരിയാണ് കാരുണ്യത്തിന്റെ കൈത്തിരി തെളിയിക്കാൻ ഇവിടെ മുന്നിലുള്ളത്. പിന്നീട് ട്രസ്റ്റായി മാറിയ സഞ്ജീവനി പൂജാമഠത്തിൽ യാഗങ്ങൾ, പൂജകൾ, യജ്ഞങ്ങൾ എന്നിവ നടക്കുമ്പോഴെല്ലാം ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക നിർധന രോഗികൾക്ക് ചികിത്സാ സഹായത്തിനും കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്കുമെല്ലാം കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് ബാലകൃഷ്ണൻ എമ്പ്രാന്തിരി പറഞ്ഞു. സമൂഹ വിവാഹങ്ങളും നടത്തിയിട്ടുണ്ട്. ഏകദേശം 17 വർഷത്തിലേറെയായി ഈ മഠം ആയിട്ട്. ചെറിയൊരു മഠമായിരുന്നു. അതിനുശേഷം അത് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. പഴയ കാലം മുതലേ തന്നെ ഈ മഠത്തിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ, യാഗങ്ങൾ, പൂജകളെല്ലാം ചെയ്ത് അതിന് കിട്ടുന്ന ഭക്തർക്ക് സമർപ്പിക്കുന്ന കാണിക്ക അത് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായത്തിനും കുട്ടികളുടെ പഠനത്തിനും അതുകൂടാതെ വിവാഹ ആവശ്യങ്ങൾക്കെല്ലാം ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു. സമൂഹ വിവാഹം ഉൾപ്പെടെ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. പ്രളയകാലങ്ങളിൽ ധാരാളം വീടുകളിലേക്ക് സഹായം എത്തിക്കാൻ സാധിച്ചു. ഇതെല്ലാം സംഭാവന തിരിച്ചു നടന്നിട്ടല്ല, മറിച്ച് ഇവിടെ നടത്തുന്ന ഓരോ പൂജകളിൽ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയാണ് നമ്മുടെ വരുമാന മാർഗം. സഞ്ജീവനി പൂജാമഠത്തിലെ പൗർണമി പൂജ പ്രധാനമാണ്. ഈ ദിനത്തിൽ നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്ത് സായുജ്യരാകുന്നത്. അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും തുറന്ന കരിങ്കൽ മണ്ഡപത്തിലാണ് ശ്രീ ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ക്ഷേത്രം ആദ്യം മുതലേ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ ഒരു സാന്നിധ്യം പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം പണിയാം എന്ന രീതിയിൽ ഒരു ദേവപ്രശ്നം വെച്ചപ്പോഴാണ് പല വർഷങ്ങളിലായി അയ്യപ്പസ്വാമിയുടെ ഒരു പൂജ പലപ്പോഴും നടത്തി അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒരുപക്ഷെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ ആദ്യമായിട്ട് 2 തുറന്ന കരിങ്കൽ മണ്ഡപങ്ങളിലായി ശബരിമലയിലെ ധ്യാന മണ്ഡപം മണിമണ്ഡപത്തിന്റെ ഒരു ഉദ്ദേശത്തോടുകൂടി 2 മണ്ഡപങ്ങളിലായി അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രതിഷ്ഠിച്ചു. ഈ ദേവപ്രശ്നം വെച്ച് വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നു. പക്ഷെ അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ചെന്നൈയിലെ ഒരു ഗൃഹത്തിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം, അത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വരികയും അയ്യപ്പസ്വാമിയെ വെക്കാൻ സ്ഥലമില്ലാതെ അവർ വാഹനത്തിൽ ആവാഹിച്ച് കലശത്തോടുകൂടെ കൊണ്ടുവന്ന് ബാലാലയത്തിൽ നമ്മുടെ മഠത്തിൽ പ്രതിഷ്ഠ നടത്തി. ഒരു മണ്ഡലക്കാലം മകരക്കാലം പൂർണ്ണമായിട്ട് ഇവിടെ പൂജ നടക്കുന്നു. അതിനുശേഷം അവർ ക്ഷേത്രം പണിത് 18 പടിയോടുകൂടി ക്ഷേത്രം പണിത് ചെന്നൈയിൽ നിന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുവിളക്ക് എന്നിവയെല്ലാം പ്രധാനമാണ്. വിശേഷാൽ ചടങ്ങുകളുമുണ്ട്. ഭണ്ഡാരത്തിൽ എത്ര കുറഞ്ഞ തുക നിക്ഷേപിച്ചും ആർക്കും പൂജകളിൽ പങ്കാളികളാകാം. ലഭിക്കുന്ന പണമെല്ലാം വിവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അർഹരുടെ കൈകളിലേക്ക് വേഗത്തിലെത്തും. ഈ ഒരു മഠവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഗൃഹത്തിൽ 150 വർഷത്തിലേറെയായി നടന്നു വരുന്ന പൗർണമി പൂജ ഒരു 3-3.5 വർഷമായിട്ട് നമ്മൾ പൊതുജനങ്ങളെയും കൂടി ഭക്തജനങ്ങളും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചു. അത് തുടക്കം കുറിച്ചു. അവിടെയും ഉദ്ദേശം ഇത് തന്നെ. പൗർണമി പൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക അത് അതാത് ദിവസം തന്നെ പൂജ കഴിഞ്ഞ ഉടനെ തന്നെ അപേക്ഷകരിൽ നമ്മൾ പരിഗണിച്ചിട്ടുള്ള നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുത്തു വരികയാണ്. ഏകദേശം കണക്കെടുത്താൽ 2000-ലധികം രോഗികൾക്ക് ഇതുവരെ ഈ മഠവുമായി ബന്ധപ്പെട്ട സഹായം ചെയ്യാൻ ഭക്തന്മാരുടെ മനസ്സുകൊണ്ട് സാധിച്ചിട്ടുണ്ട്.
ഒരേ സമയം കാരുണ്യത്തിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിയുകയാണ് ഇവിടെ. ജാതിമത ഭേദമന്യെയാണ് ആളുകൾ ശ്രീ ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ എത്താറുള്ളത്. പറഞ്ഞറിയിക്കാനാകാത്ത ആത്മീയ അനുഭവമാണ് ഇവിടേക്കുള്ള ഓരോ സന്ദർശനവും. ഈ ക്ഷേത്ര സങ്കല്പം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി ആർജിക്കുവാനുള്ള ഒരു അഭയ കേന്ദ്രമാണ്. ഇവിടെ വരുന്നവരെല്ലാം ഏതോ ഒരു നിർവൃതിയിൽ ആണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്. ഇവിടെ ഇവിടുത്തെ പൂജകൾ വിശേഷാൽ പൂജകളായി എല്ലാ പൗർണമി നാളിലും നടത്തുന്ന പൗർണമി പൂജ, മഹാത്തായ ആചാര്യന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് ചെയ്യുന്ന ലളിത സഹസ്രനാമ സ്തോത്രം, അതിലെല്ലാം പങ്കെടുക്കുവാനായിട്ട് ജാതിമത ഭേദമന്യേ ദേശത്തു നിന്നും പരദേശത്തു നിന്നും എല്ലാവരും എത്തിച്ചേരുന്നു. ആ പൂജയിൽ പങ്കെടുത്ത് പ്രസാദമോട്ട് കഴിഞ്ഞിട്ട് വളരെ മനഃശാന്തിയോടുകൂടിയാണ് അവർ തിരിച്ചു പോകുന്നത്. അതുകൂടാതെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഇതിലൂടെ നടത്തുന്നുണ്ട്. ശബരിമല തന്ത്രിയും 22 മേൽശാന്തിമാരും എല്ലാം പങ്കെടുത്ത അനുഗ്രഹീത അന്തരീക്ഷത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മങ്ങളെല്ലാം നടന്നത്. ഈശ്വര ചൈതന്യം നിറഞ്ഞ മണ്ണിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവ ഒരു പ്രവാഹമായി മാറുന്ന സഞ്ജീവനി പൂജാമഠത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരാറുണ്ട്. രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് സംഭരിക്കുന്നതായിട്ടുള്ള ഈ തുക അത് രോഗികൾക്ക് തന്നെയായിട്ട് വിതരണം ചെയ്ത് അവരുടെ രോഗങ്ങൾക്ക് കുറവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ബാലകൃഷ്ണൻ തിരുമേനി ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിൽ ഏർപ്പെടുക. ലാഭയിച്ച കൂടാണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഇത്തരം നന്മ നിറഞ്ഞൊരു പ്രവൃത്തി ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. വളരെയധികം സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് ആലങ്ങാടാണ്. കുമ്പളം വരെ ഞാൻ ഈ പരിപാടിയുടെ ദിവസം മിക്കവാറും എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളത് പങ്കെടുക്കുമ്പോൾ ഭഗവതിയുടേതായിട്ടുള്ള അനുഗ്രഹവും കൂടാതെ മറ്റുള്ള കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഊർജം ലഭിക്കുകയും അത് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ദേവന്മാർ കേൾക്കുകയും അതിൻ്റെ അനുഗ്രഹം ഈ രോഗികൾക്കും അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു കർമ്മം തന്നെ. അതിൽ ഞാൻ അനുഭവസ്ഥനാണ്. ഓരോ സത്പ്രവൃത്തിയിലും സുതാര്യതയുടെ പൊൻവെളിച്ചവുമുണ്ട്. വഴിപാടുകളും പൂജകളും ബുക്ക് ചെയ്യുന്നവർക്ക് നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യൂട്യൂബ് ലിങ്കിലൂടെ പൗർണമി പൂജയെല്ലാം തത്സമയം കാണാനുള്ള സൗകര്യവും ഒരുക്കാറുണ്ട്. യജ്ഞത്തിലൂടെ ജീവകാരുണ്യം എന്ന മഹത് സന്ദേശത്തിലൂന്നിയുള്ള എല്ലാ മാസത്തിലെയും പൗർണമി നാളിലെ പൗർണമി പൂജ ഇവിടെ പ്രധാനമാണ്. ചോറൂണ്, കെട്ടുനിറ, മാലപൂജ, വാഹനപൂജ എന്നിവയെല്ലാം ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ നടത്തുന്നുണ്ട്. കലിയുഗത്തിലെ പ്രത്യക്ഷദേവനായ അയ്യപ്പസ്വാമിയുടെ ചരിത്രകഥകൾ അയ്യപ്പ ഭാഗവത പാരായണത്തിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും മനസ്സിലാക്കാനുള്ള സുവർണാവസരമായ അയ്യപ്പസത്രം 2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 ഞായറാഴ്ച വരെ ഇവിടെ നടക്കും. ബ്രഹ്മശ്രീ പുല്ലേലില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അയ്യപ്പസത്രം കൂപ്പൺ വിതരണോദ്ഘാടനം സീരിയൽ താരം കുടുംബവിളക്ക് ഫെയിം കെ മേനോനായിരുന്നു നിർവഹിച്ചിരുന്നത്. കുമ്പളം സഞ്ജീവിനി പൂജാമഠം മാനേജിംഗ് ട്രസ്റ്റി KG ബാലകൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് നന്മയുടെ തിരുനാളങ്ങൾ തെളിയുന്നത്. ജനം, കൊച്ചി.